Watch full episodes on Jio Hotstar. ഞാനാ സ്മാർട്ടി നീയോ? അതെ ഞാൻ തന്നെ. ഞാൻ വേറെ സ്കൂളായിരുന്നപ്പോഴേ അവിടെ ഉണ്ടായിരുന്ന വലിയ പിള്ളേർ എന്നെ കണ്ട് പേടിച്ച് വിറച്ചിരുന്നു കേട്ടോ. നീ എന്നെ സാധാരണയായിട്ട് കണക്കിടരുത്. സ്മാർട്ടി, നീ എത്രയൊക്കെ സ്മാർട്ടായാലും ശരി, ഇവിടത്തെ ശിവയായിട്ട് നിനക്ക് ഏറ്റുമുട്ടാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഏറ്റുമുട്ടിയാൽ നിന്റെ തലയിലെ മുടിയും കയ്യും കാലും ഒക്കെ വേറെ കിടക്കും. മറിച്ച മനസ്സിലായ? നീ വേണമെങ്കിൽ അങ്ങോട്ട് നോക്കട്ടെ, ശിവ വരുന്നുണ്ട്. അതാണ് ശിവ. ആണോ? എന്നാ പിന്നെ കണ്ടോ മോനെ എന്റെ കളി. പാമ്പ്. നീ എന്താ ചെയ്തത്? ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാന്നറിയില്ലേ? ഇങ്ങനെ ആരെയും ശല്യപ്പെടുത്തരുത്. അങ്ങനെ തന്നെ ഞാൻ ചെയ്യും. നീ എന്നെ എന്താ ചെയ്യാൻ പോകുന്ന? ഞാൻ ആരാന്നറിയാമോ? ബ്ലാക്ക് ബെൽറ്റ് ആണ്, ബ്ലാക്ക് ബെൽറ്റ്. കൊള്ളാലോ. അപ്പൊ നിനക്ക് കുങ്ഫു കരാട്ടെ ഒക്കെ അറിയാലേ? ഇപ്പൊ തന്നെ ശരിയാക്കി തരാം മോനെ. നീ തോറ്റു പോകുന്നോ എനിക്ക് തോന്നുന്നത്. മാറി നിക്കടാ അങ്ങോട്ട്. ഞാൻ പറയുന്ന കേട്ടില്ലേ? നിർത്ത്, മതിയാക്ക്. ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. കുട്ടികളെ, ഈ പീരീഡ് നിങ്ങൾക്ക് ഫ്രീ ആണ്. എനിക്കൊരു കോൺഫറൻസിന് പോകേണ്ടതുണ്ട്. ആരും ഒച്ച ബഹളമൊന്നും ഉണ്ടാക്കരുത്. ശിവ, നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം കേട്ടോ. വാടാ, നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോവാം. ഇന്ന് സാറ് വന്നത് കൊണ്ടാ ശിവ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അറിയാലോ നിങ്ങൾക്ക്. ചിരിക്കരുത്, മര്യാദക്ക് നടക്ക്. അല്ല, അതെന്താ ഇതെന്തിനാ പൂട്ടിയിരിക്കുന്നെ? അത് തുറക്കാറേ ഇല്ല. അതിനകത്ത് പാമ്പുണ്ടെന്ന് എല്ലാരും പറയാറ്. പാമ്പോ? പ്രിൻസിപ്പൾ ഇതിന്റെ അകത്ത് എന്തേലും ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. പുറത്താരും അറിയാണ്ടിരിക്കാനാ. ഞാനിത് ഇപ്പൊ തന്നെ തുറന്നു നോക്കും. എന്റെ അടുത്ത് കള്ളത്താക്കോലൊക്കെ ഉണ്ട്. പാമ്പ്, പാമ്പ്, പാമ്പ്. ആരെങ്കിലും വന്ന് രക്ഷിക്കോ, ഇവിടെ പാമ്പുണ്ട്. ഇവൻ വെറുതെ പാമ്പ് പാമ്പ് എന്ന് വെച്ച് പെൺപിള്ളേരെ പേടിപ്പിക്കുന്നോണ്ട് നമ്മളെ പേടിപ്പിക്കാന്ന് വിചാരിച്ചു. നമ്മള് പേടിക്കില്ലല്ലോ. വേടാ, നമുക്ക് പോവാം. അവൻ ഒരു മണ്ടനാ. അല്ല, പെൺപിള്ളേരെ പേടിപ്പിക്കാനായിട്ട് അവന് കഴിയുമായിരിക്കും. നമ്മളെ പറ്റൂല. ഓടി വരണേ, ഓടി വരണേ. ഇതിനകത്ത് പാമ്പുണ്ട്. ഓടി വരണേ. രക്ഷിക്കൂ, രക്ഷിക്കൂ. എന്റെ പുറകെ പാമ്പ് വരുന്നേ. രക്ഷിക്കൂ. പാമ്പ്, പാമ്പ്, പാമ്പ്. എന്റെ പുറകെ പാമ്പ്. ആരെങ്കിലും സഹായിക്കൂ. പാമ്പ്, ഇവിടെ പാമ്പുണ്ട്. ആരെങ്കിലും രക്ഷിക്കേ. പാമ്പ്, ആരെങ്കിലും രക്ഷിക്കേ. പാമ്പ്, പാമ്പ്, പാമ്പ്. എന്റെ പുറകെ പാമ്പ്.
താങ്ക് യു ശിവ, നീ എന്റെ ജീവൻ രക്ഷിച്ചു. ഇല്ലെങ്കിൽ ആ പാമ്പനെ കുത്തിയേനെ. എല്ലാവരെയും മണ്ടന്മാരാക്കുന്ന പരിപാടി നിർത്ത്. നിന്റെ ഇപ്പോഴത്തെ ഈ അഭ്യാസത്തിൽ നീ തന്നെയാണ് കുടുങ്ങിയത്. ഞാൻ ആരും മണ്ടന്മാരാക്കിയതല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. എന്താ ഇവിടെ പാമ്പ് പാമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ സത്യമാണ് സാർ പറയുന്നത്. ആ അടച്ചിരുന്ന റൂമിൽ ഉള്ളിൽ പാമ്പുണ്ട് സാർ. നിന്നോട് ആര് പറഞ്ഞു ആ മുറി തുറക്കാൻ? ഇല്ല, ഞാൻ കീഹോളിലൂടെ നോക്കിയതാ. അപ്പോ അകത്ത് ഞാനൊരു വലിയ പാമ്പ് കണ്ടു. നീ പാമ്പ് പാമ്പെന്ന് പറഞ്ഞ് എല്ലാവരും പേടിപ്പിക്കുന്നതായിട്ട് എനിക്ക് റിപ്പോർട്ട് കിട്ടി. ഇനി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ നാളെ വിളിപ്പിക്കും, മനസ്സിലായല്ലോ? ഞാൻ മോളിൽ ചെന്ന് റൂമൊന്ന് ചെക്ക് ചെയ്യട്ടെ. ശിവ, നീ എന്നെ രക്ഷിച്ചു. ഞാൻ നിന്നോട് ഒരിക്കലും നുണ പറയില്ല. അതിനകത്ത് പാമ്പുണ്ട്. ഓ അങ്ങനെയാണോ? ശരി, നീ ഇപ്പൊ പൊക്കോ. നമുക്ക് പോയി നോക്കാം അകത്ത് എന്താന്ന്. അല്ല, ഈ റോബോട്ട് ബീനെ കാണുന്നില്ലല്ലോ. അതിന്റെ അകത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ശരി, ഒന്ന് നോക്കിക്കളയാം. അല്ല, എന്റെ റോബോട്ട് ബി പെട്ടെന്നാണ് കാണാതായത്. നല്ല രീതിയിലാണ് അത് അകത്തോട്ട് പോയത്. അവിടെ ഇരുട്ടായിരുന്നു, ശരിക്കും ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് കാണാതായി. നീ ഇത് പറഞ്ഞപ്പോഴാ എനിക്ക് എന്നെ ഒരു കാര്യം ഓർമ്മ വന്നേ. എനിക്ക് നാട്ടിലൊരു കിളി ഉണ്ടായിരുന്നു. അത് ഒരു ദിവസം കുറച്ച് പൂക്കളുടെ മുകളിൽ പറക്കുന്നുണ്ടായി. പെട്ടെന്ന് ഒരു മാളത്തിൽ നിന്ന് പാമ്പ് വന്നിട്ട് ആ ചെടിച്ചട്ടിയുടെ പുറകെ കൂടി പോയിട്ട് ആ കിളീനെ പെട്ടെന്ന് പിടിച്ച് വിഴുങ്ങി. മാളത്തിൽ നിന്ന് പുറത്തു വന്നോ? എന്റെ ഇന്റലിജന്റ് കൂട്ടുകാരാ, ഞങ്ങളുടെ പ്രശ്നം നീ ഇല്ലാതാക്കി. ഞാൻ അല്ലല്ലോ കുട്ടിക്കാലം മുതൽക്ക് ഇന്റലിജന്റാ, പക്ഷേ ഒരിക്കലും അഹങ്കാരം ഇല്ലട്ടാ. പക്ഷേ ഒരു കാര്യം പറഞ്ഞ് ഞാനെങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ചത്. ഓ, അപ്പൊ അതിന്റെ അർത്ഥം അവിടെ പാമ്പുണ്ടെന്ന്. അപ്പോ ആ പാമ്പായിരിക്കും റോബോട്ട് ബീനെ മാറ്റിയത്. എനിക്ക് അന്വേഷിക്കണം. ഈ കാര്യം ലഡു സിംഗ് സാറിനെ അറിയിക്കണം. പുള്ളിച്ചൊന്ന് നോക്കിക്കോളൂ. തനിക്കൊരു കാര്യം അറിയോ? പാമ്പുകളുള്ള സ്ഥലത്തെ കുറെ നിധി ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ചിലപ്പോ സത്യമായിരിക്കും. അവിടെ ശരിക്കും പാമ്പ് ഉണ്ടെങ്കിൽ താഴെ നിധി കാണാനും സാധ്യതയുണ്ട്. എന്നാ പിന്നെ സ്കൂൾ അങ്ങ് കൈക്കലാക്കി കുഴിച്ചു നോക്കാം. എന്തേ, ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ കോടീശ്വരന്മാരാകുമെന്നേ. എന്നാ ശരി, വാതില് തുറന്നോളൂ. ശിവ പറഞ്ഞു ഈ മുറിക്കകത്തൊരു വലിയ പാമ്പുണ്ടെന്ന്. പക്ഷേ എനിക്ക് അതൊന്നും വലിയ വിശ്വാസമില്ല. നോ 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 സാറേ, ഇതിനകത്ത് പാമ്പുണ്ടെന്നാ ഞാൻ കേട്ടത്. അതുകൊണ്ട് ഇന്നേ വരെ ഞാൻ ഈ മുറി തുറന്നിട്ടില്ല. ഒരു ദിവസം ഞാൻ മുറി തുറന്നു കേട്ടോ. ഞാൻ പക്ഷെ ഇതിനകത്തൊന്നും കണ്ടില്ല. വേണമെങ്കിൽ ഞാനിപ്പോ തുറന്നു കാണിച്ചു തരാം. അതെ, ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ ഒരു പാമ്പിനെ കാണുകയാണെങ്കിൽ അതിനോട് ലഡ്ഡു സിംഗ് എന്ന പേര് പറഞ്ഞാൽ അപ്പൊ തന്നെ ഓടിക്കളയും. പേടിക്കണ്ട, നിങ്ങള് പേടിക്കണ്ടെന്നേ. ഓപ്പൺ ദ ഡോർ. ഞാൻ വീണല്ലോ. എന്ത്, ഇത്രയും വലിയൊരു പാമ്പോ? എന്റെ അമ്മോ, ഓടിക്കോ. ഇവിടെ ഒരു പാമ്പുണ്ട്. എന്താ അത്? അവിടെയും പാമ്പ്, ഇവിടെയും പാമ്പ്. വേണ്ട, ഓടിക്കോ. വീണ്ടും പാമ്പ്, ഓടിക്കോ. പാമ്പ് വന്നു, ഓടിക്കോ. എല്ലാരും ഓടിക്കോ. എന്നൊന്ന് രക്ഷിക്കേ. മാറ്, ഞാനൊന്ന് ഓടിപ്പോട്ടെ. എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഹലോ, വന്നേക്കൂ. ലഡു സിംഗ് സാറേ, എന്താ പറ്റിയത്? സാറിന്റെ മൂക്കെന്താ അത്ര വീർത്തിരിക്കുന്നേ? ശിവ, അവിടെ പാമ്പുണ്ട്. ഭയങ്കര വലിയ പാമ്പാണത്. എന്നെക്കാളും നീളമുള്ളതാ. അതെന്നെ മൂക്കില് കൊത്തി. ഞാൻ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഒരു ഇഞ്ചക്ഷൻ ഇട്ടേച്ച് വന്നേക്കാം. ഓക്കേ. ക്ലാസ് വിട്ടെല്ലാരും പൊക്കോ. വേഗം ഓടിക്കോ. നിർത്ത്. ആരാ ക്ലാസ് വിടാൻ പറഞ്ഞത്? സ്കൂളിൽ കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ട്, അതുകൊണ്ട് ക്ലാസ് വേഗം വിട്ടതാ. മര്യാദയ്ക്ക് അനൗൺസ് ചെയ്തോ സ്കൂളിൽ പണി നടക്കുകയാണെന്ന്. ഇല്ലെങ്കിൽ എന്നെ കൊന്നളയും. ഇപ്പൊ തന്നെ ഞാൻ ചെയ്തേക്കാം. എന്നെ ഒന്നും ചെയ്യല്ലേ.
ഏയ് വാ 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 ഓടി വന്നേ. ആ കുട്ടികളെ സ്കൂളിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് കുറച്ച് ദിവസത്തേക്ക് സ്കൂൾ പൂട്ടിയിടുകയാണ്. ശിവ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? ഞാൻ നിന്നെ അർജന്റ് മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചിരുന്നു. ഇനി വരണ്ട കേട്ടോ, കാരണം ഇനി എനിക്ക് സ്കൂൾ തുറക്കാൻ പറ്റില്ല. അതുകൊണ്ടാ. സാർ എന്താ എന്റെ പേര് മാത്രം വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തോ കുഴപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്നും പുള്ളി വിഷമത്തിലാണെന്ന് അറിയാം. ശിവ, ഇത്രയും പെട്ടെന്ന് ആ ഡിഗിങ് മെഷീൻ എന്താ അകത്തേക്ക് പോകുന്നത്? അങ്ങനെ എന്ത് റിപ്പയർ ഇതിനകത്തുള്ളത്? അകത്തെന്താ അന്യായം നടക്കുന്ന തോന്നുന്നേ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? കുട്ടി, അകത്തേക്ക് കയറാനൊന്നും പറ്റില്ല കേട്ടോ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ഇപ്പൊ നമുക്ക് തിരിച്ചു പോകുന്നതാ നല്ലത്. വാ, വെറുതെ വഴക്കിടണ്ട. ഞാൻ പറയുന്ന കേക്ക്. ശിവ വാ, വരാനാ പറഞ്ഞേ. നമുക്ക് ലഡ്ഡു സിംഗ് ആയിട്ട് വരാം. ലഡു സിംഗ് സാറേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വന്നോ? അതെ ശിവ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ എനിക്കൊരു ഇഞ്ചക്ഷൻ ചെയ്തു. എന്നാ ശരി ലഡു സിംഗ് സാർ, എത്രയും പെട്ടെന്ന് സ്കൂളിലേക്ക് വരാൻ നോക്കൂ. ഇവിടെ ഒരു പ്രോബ്ലമായി. ശരി ശിവ, ഞാൻ ഇപ്പൊ തന്നെ വന്നോളാം. എന്ത് പറ്റി ശിവ? ആ പാമ്പിനെ പിടിക്കാൻ പറ്റിയോ ഇല്ലയോ? ലഡു സിംഗ് സാർ, അകത്തേക്ക് ചെല്ലൂ. പ്രിൻസിപ്പൽ സാറിനെ അവര് കെട്ടിയിട്ടിരിക്കുക. അവരുടെ കയ്യിലൊക്കെ ഗണ്ണുണ്ട്. സാർ അവരെ ചെന്ന് അറസ്റ്റ് ചെയ്യ്. അങ്ങനെയാണോ കാര്യം? പക്ഷേ ആ പാമ്പുണ്ടല്ലോ അവിടെ. അവരുടെ കയ്യിൽ ഗണ്ണുണ്ടതേ, അതിന്റെ ഇടയ്ക്ക് പാമ്പ് എങ്ങനെ വരാനാ? പാമ്പ് ഇല്ലെന്നോ? എന്നാ പിന്നെ ഞാൻ പോയിട്ട് ഇപ്പൊ തന്നെ തിരിച്ചു വരാം. അവരെ അറസ്റ്റ് ചെയ്യട്ടെ. ലഡ്ഡു സിംഗ് എന്ന പേര് വെറുതെ അല്ല ഫേമസ് ആയത്. നമസ്കാരം. നടന്നോളൂ. പ്രിൻസിപ്പൽ സാറേ, കുഴപ്പമൊന്നുമില്ലല്ലേ? എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇവരെ അറസ്റ്റ് ചെയ്യൂ. ഇവരെന്തൊക്കെയോ ഇവിടെ ചെയ്യുന്നുണ്ട്. ലഡ്ഡു സിംഗ് സാറ് എന്തായാലും ഇങ്ങോട്ട് നേരിട്ട് വന്നതിൽ നന്നായി. ഞാൻ എത്ര പറഞ്ഞിട്ട് ഇങ്ങേർക്ക് മനസ്സിലാകുന്നില്ല. ഏയ്, നിങ്ങൾ ഈ ലഡ്ഡു സിംഗ് സാറിനെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടുത്തെ പണി എന്താണെന്നൊന്ന് കാണിച്ചു കൊടുക്ക്. വേഗം ചെല്ല്. ശരി ശരി, ഞാൻ പോയി നോക്കട്ടെ. ഇനി എന്തിനാ എന്നെ വലിച്ചോണ്ട് പോകുന്നേ? ലഡ്ഡു സിംഗ് സാറിന് കാര്യം പിടികെട്ടി കാണുമല്ലോ. മനസ്സിലായി എനിക്ക്. ഇങ്ങനെ ഇടിച്ച എങ്ങനെ മനസ്സിലാവാണ്ടിരിക്കുക? ഇപ്പൊ എനിക്ക് എല്ലാം നന്നായിട്ട് മനസ്സിലായി. അത് കൊള്ളാലോ. നിങ്ങളെപ്പോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഇൻസ്പെക്ടർമാരെയാണ് വേണ്ടത്. എഴുന്നേക്ക്, എന്നിട്ട് നേരെ നിൽക്ക്. എന്റെ മുട്ടുകാല് വേദനിക്കുന്നു. അവന്മാര് ചെരുക്കിട്ട് പെരുമാറി. എന്നിട്ട് എന്നോടാണോ എന്നിട്ട് നിൽക്കാൻ പറയുന്നത്? ഇങ്ങോട്ട് തിരിയാൻ. തിരിച്ചു പോകുമ്പോ 50 കിലോമീറ്റർ മാർച്ച് ചെയ്ത് വേണം താൻ പോവാൻ. 50 കിലോമീറ്റർ ദൂരെ ചെന്നതിന് ശേഷം മാത്രം നിന്നാ മതി. എന്തായാലും ഇത് നന്നായി. ഞാനിങ്ങനെ മാർച്ച് ചെയ്ത് ചിരിച്ചോണ്ട് തന്നെ പോകും. ഇത് ഏതായാലും വളരെ നന്നായി. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. എടുത്തോണ്ട് തിരിയൂ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലഡു സിംഗ് സാർ, എന്താ റൈറ്റ്. പറ്റിയത്? ഇങ്ങനെ ചിരിച്ചോണ്ട് തന്നെ 50 കിലോമീറ്റർ ദൂരെ വരെ ഞാൻ നടക്കണം ശിവ. അതും മാർച്ച് ചെയ്ത്. അതെ ശിവ. 50 കിലോമീറ്റർ അല്ല, 50 മീറ്റർ ആയിരിക്കും. അതിപ്പോ ആയല്ലോ ലഡു സിംഗ് സാറേ. ഓഹോ, അങ്ങനെയാണോ? താങ്ക് യു വെരി മച്ച് ശിവ. അവന്മാര് ശരിക്കും ഇടിച്ചു. ഒരുപാട് ഇടിച്ചു എന്നെ. ഓ, അപ്പൊ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. നിന്നോടാരോ അകത്തേക്ക് വരാൻ പറഞ്ഞേ?
വേറെവരെയൊക്കെ കെട്ടിയിട്. അതിനുള്ളിൽ ഞാൻ വരാം. കിട്ടിപ്പോയി, കിട്ടിപ്പോയി, നിധി നമുക്ക് കിട്ടിപ്പോയി. ഇവിടെ ഗുഹയുണ്ട്. ഞാൻ വലിയ കോടീശ്വരനായി, ഞാൻ അത് കോടീശ്വരനായി. അങ്ങനല്ല, കോടീശ്വരനായിരിക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ആണ്. എന്താ കേട്ടോ, ഇതിന് സ്കൂളിന്റെ അവകാശവും ഉണ്ട്. ഈ കുട്ടി എങ്ങനെ ഇങ്ങോട്ട് വന്നേ? കുട്ടിയെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എല്ലാരും ചേർന്ന് അവരെ അങ്ങ് ഇല്ലാതാക്ക്. ലഡു സിംഗ് സാറ് വേഗം എണീക്ക്. ഞാൻ ലെഫ്റ്റ് റൈറ്റ് അടിച്ചോളാം. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് റൈറ്റ്. ഞങ്ങൾ ഈ പാമ്പിനെ കൊണ്ടുപോയി കാട്ടിൽ വിട്ടേക്കും. ഈ ചെല്ല് ലോക്കപ്പിലേക്ക്. അവിടെ ചെന്ന് എന്നും 50 കിലോമീറ്റർ ദൂരം വരെ ചിരിച്ചോണ്ട് ലെഫ്റ്റ് റൈറ്റ് മാർച്ച് ചെയ്യണം. മനസ്സിലായല്ലോ? ചിരിച്ചോണ്ട്. ചിരിക്ക്. ചിരിക്കാനല്ലേ പറഞ്ഞേ? നടക്ക്. നടക്കാൻ നടക്കില്ല. വണ്ടി നിർത്ത്. എല്ലാ വണ്ടിയും പരിശോധിക്കണം. ഈ ലഡ്ഡു സിംഗിന്റെ കൺവെർട്ടറിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഹലോ ഹലോ സുഹൃത്തെ, തന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്ന് കാണിച്ചു തന്നേ. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ തന്നെ ജയിലിൽ കൊണ്ടിടും. ഓ, അപ്പൊ എന്നത്രക്ക് നിക്കുകയാണല്ലേ? ഞാനിതാ എത്തി. വണ്ടി നിർത്താൻ. വണ്ടി നിർത്താൻ. വെറുതെ നോക്കി നിൽക്കാതെ ചെന്നവനെ പിടിക്കേ. ശിവ ആ മലഞ്ചെരിവിന്റെ പാതയിലേക്ക് വരും. ഞാൻ എന്റെ GPS ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഫോളോ ചെയ്യൂ. ശരി ശിവ, അങ്ങനെ തന്നെ ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്ക് ശിവയെ സഹായിക്കാൻ പോകണം. ഓക്കെ രേവ, പെട്ടെന്ന് തന്നെ പോവാം. ഒരു കണക്കിനാ രക്ഷപ്പെട്ടത്. ആ ലഡ്ഡു സിംഗ് എന്നെ പിടിക്കാനായിട്ട് അവിടെ ആളെയും കൂട്ടി നിൽക്കുമായിരുന്നു. അയാൾക്ക് അതിന്റെ വല്ല ആവശ്യമുണ്ടോ? എന്റെ അമ്മ ഒരു കണക്കിന് രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ടിട്ടില്ല. ഇപ്പോഴാണ് ഗെയിം തുടങ്ങിയിരിക്കുന്നത്. അല്ല, നീ എപ്പോഴാ ഇങ്ങോട്ട് വന്നത്? നിനക്ക് എന്താ കാര്യം കുട്ടി? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്.
തല്ലല്ലേ. എന്റെ അമ്മോ, ഇതൊക്കെ എവിടെന്നാണ് ഇങ്ങനെ പുറപ്പെട്ടു വന്നത്? നിനക്കൊക്കെ എങ്ങനെ മനസ്സിലായത്? അതെ, ഇവന്റെ കയ്യിലൊരു റോബോട്ട് ബി ഉണ്ട്, അറിയോ? അത് ആര് വേണമെങ്കിലും ഫോളോ ചെയ്യും. ഓ, റോബോട്ട് ബി ഉള്ളത് കൊണ്ടാണല്ലേ? ഓ, എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ഈ മെന്റർ ആരും ഇതുവരെ പിടിച്ചിട്ടേ ഇല്ല. മിസ്റ്റർ ഇൻവെൻഷൻ, ഇനി തനിക്ക് കണ്ടുപിടിക്കാനുള്ളതൊക്കെ ജയിലിനകത്ത് പോയി കണ്ടുപിടിച്ചാ മതി. അവിടെ വെച്ച് തന്നെ ഞാനും തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോളാം. വന്നേ. ആ കുരുത്തക്കെട്ട കുട്ടി ഒരു ഈച്ച കാരണം എന്നെ പിടിച്ചു. ഞാൻ അവനെ കാണിച്ചു കൊടുക്കാം ഒരു ഈച്ച കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കില്ല. ഇന്നെന്തായാലും ഈച്ച ഉണ്ടാക്കാം. ഇവിടെ വെച്ചിട്ട് വയ്യ, എന്നെ ജയിലിലിട്ടിരിക്കുകയാണ്. എന്താ പറ്റിയത്? എന്തിനപ്പ കരയുന്നേ? ഞാനൊരു നല്ല മനുഷ്യനാവാൻ തീരുമാനിച്ചവനായിരുന്നു. മമ്മിയും പപ്പയും പറയുന്നത് അനുസരിക്കില്ലായിരുന്നു. മമ്മിയും പപ്പയും കുറിച്ച് ഓർത്തപ്പോ സങ്കടം വരുവാ. എന്റെ മമ്മിയും പപ്പയും ഇപ്പൊ എന്ത് ചെയ്യണാവോ? എന്റെ പൊന്നു ഇൻസ്പെക്ടർ സാറേ, എന്റെ മമ്മിയുടെ പപ്പയുടെ ഒരു ഫോട്ടോ ദയവായി കൊണ്ടുവരൂ. ഞാൻ ആ കാൽക്കൽ നമസ്കരിക്കട്ടെ. എന്നിട്ട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിച്ചോളാം. ഫോട്ടോ ഞാൻ കൊണ്ടുവരാൻ പറയാം. അത്രയെങ്കിലും തനിക്ക് വേണ്ടി ഞാൻ ചെയ്തോളാം. പെടാറാം ചെല്ല്, ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അയാളുടെ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ എടുത്തോണ്ട് വന്നേ വേഗം. ഓ, ഇതുപോലൊരു പമ്പര വിദ്യ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. കൊണ്ടുവന്നിട്ടുണ്ട്, ഇതാ വെച്ചോളൂ. ഇനി തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. വേഗം അച്ഛനോടും അമ്മോടും ക്ഷമ ചോദിച്ചോ. മമ്മി പപ്പ എന്നോട് ക്ഷമിക്കണേ. ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. മാപ്പ് തരണേ. ബോസ് വിളിക്കുന്നുണ്ടല്ലോ. ഹലോ ബോസേ. എന്റെ പുതിയ പ്ലാൻ കേട്ടോ? ഓക്കേ ബോസേ. ഇതാ ഞാൻ ജയിച്ചിരിക്കുന്നു. ഇതാണ് എന്റെ റോബോട്ട് ഈച്ച. ലഡ്ഡു സിംഗ് സാറേ, ഫോട്ടോ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ പപ്പേരെ മമ്മീരെ അടുത്ത് നേരിട്ട് പോയി ഞാൻ മാപ്പ് ചോദിക്കാൻ പോവുക. എന്നാ ഞാൻ പോട്ടെ. ഓക്കേ, എന്നാ ശരി. അച്ഛനോടും അമ്മോടും എന്റെ അന്വേഷണം പറഞ്ഞേക്കണേ. അതെ, താനെങ്ങനെ പുറത്തേക്ക് വന്ന? ബൈ ബൈ. പിടിക്ക്, അവനെ പിടിക്കാൻ. ഞാൻ ഇപ്പൊ തന്നെ ശിവനെ വിളിക്കട്ടെ. ശിവ, 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 ശിവ. ഓ, എന്റെ തല പോയി. എന്താടാ കോഞ്ഞാട്ടിരുന്ന് ചിരിക്കുന്നേ? സോറി ബോസേ. ഏയ് കുട്ടി, എന്താണ് നീ വീണ്ടും വന്നേ? അല്ല, നിനക്ക് എന്തുവാ പ്രോബ്ലം? പ്രോബ്ലം നിങ്ങളാണ് അങ്കിൾ. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ കുട്ടിയെന്ന് വിളിക്കരുതെന്ന്. കുട്ടിയെന്ന് വിളിച്ചാൽ നീ എന്തോ ചെയ്യും കുട്ടി? ഇനിയെങ്കിലും ഓർമ്മ വെച്ചോളൂ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എഴുന്നേറ്റ് ചെന്ന് അവന്റെ കാല് തല്ലി ഒഴിക്കണോ? വേഗം ചെല്ല്.
ശിവ, നീ വിഷമിക്കരുത്. ഞാനിതാ എത്തിക്കഴിഞ്ഞു. ടോർച്ചിന്റെ ബാറ്ററി തീരാറേ. വാ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. വേഗം ഓടി വാ. ലഡു സിംഗ് സർ, ലഡു സിംഗ് സർ, ലഡു സിംഗ് സർ. ഓ, എന്തൊരു വെളിച്ചായിരുന്നു. എനിക്ക് എന്തുകൊണ്ടാ ഒന്നും കാണാൻ പറ്റാത്തത്? സമാധാനിക്കൂ ലഡു സിംഗ് സർ, എല്ലാം പെട്ടെന്ന് ശരിയാവും. മുത്തശ്ശ, കഴിച്ചോളൂ മുട്ടദോശ. എവിടുന്ന് വന്നു ഈ നശിച്ച ഈച്ച? മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഭീംസിംഗ്, വേഗം ആ കൊതുവിനെ കൊല്ലുന്ന ബാറ്റ് എടുത്തോണ്ട് വാ. പിടിച്ചോളൂ മുത്തശ്ശ. എന്റെ മൂക്ക് പോയേ. എന്റെ ലഡ്ഡു സിംഗേ, എന്ത് പറ്റി നിങ്ങളുടെ കണ്ണിന്? മുത്തശ്ശ, എന്റെ കണ്ണിന് വെട്ടടിച്ചിട്ട് എനിക്കിപ്പോ ഒന്നും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ കറുത്ത കെട്ടിവെച്ച് കണ്ണ് മൂടി വെച്ചിരിക്കയാണ്. ലഡ്ഡു സിംഗ് സാറേ, ഒച്ച വെക്കല്ലേ, ഒച്ച വെക്കല്ലേ. കുട്ടി, ഈച്ചയെന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവണം. നീ കണ്ടോ എന്റെ ഈച്ചയുടെ പണി? വേണ്ട, എന്റെ തല്ലല്ലേ. കണ്ണ് കെട്ടിന്ന് വെച്ച് ഇങ്ങനെ അടിച്ച് മനുഷ്യനെ ദ്രോഹിക്കുന്നോ? പറ. എടോ, നീ ഈച്ചേനാണോ തല്ലുന്നത് അതോ എനിക്കിട്ടാണോ തല്ലുന്നത്? പറ. ശിവ, ഇന്ന് കുറെ സ്റ്റാച്യൂസിന്റെ എക്സിബിഷൻ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകാം. ഇപ്പൊ സമയമായി. ആ, അത് ശരിയാ. നമുക്ക് എല്ലാവർക്കും പോകാം ശിവ. അല്ല ശിവ, നിന്നെ ഒരു ഈച്ച ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുന്നു നീ പറഞ്ഞല്ലോ. ആ നശിച്ച ഈച്ച എവിടെന്ന് വന്നെന്ന് അറിയില്ല. എന്റെ ചെവിയിൽ കയറാൻ അത് ഒരുപാട് ശല്യം ചെയ്തിരുന്നു. ആ ഈച്ച വന്ന് വീടാകെ ബഹളമായിരുന്നു. അതെ, അനങ്ങല്ലേ. ഈച്ചനെ അടിച്ച ഈച്ചനെ. ഇത് ചിലപ്പോ ആ ഈച്ച മറ്റോ ആയിരിക്കോ? അല്ല, ആ ഈച്ച എങ്ങനെ ഇങ്ങോട്ട് വരിക? ഈച്ചകൾ എങ്ങനെ അങ്ങനെ പുറകോ നടന്നുകൊണ്ടേ ഇരിക്കോ? യൂടി, ഇനി നിനക്കൊണ്ട് ഓഴ അനങ്ങരുത് കേട്ടോ. ഞാൻ തന്നെ ആ ഈച്ചനെ പിടിച്ചോളാം. ലഡു സിംഗ് സാറേ, സാറിന്റെ മുഖത്തും ആ ഈച്ച വന്നിരിക്കുന്നുണ്ട്. ഇതിപ്പോ ഒരുപാടായി. ആദ്യം തന്നെ ഇത് കാരണം ഞാൻ ഒരുപാട് തല്ല് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് അതിന് വയ്യ. ഞാൻ പോവാണ്. സെൽഫി എടുത്താലോ? ഇവിടെ ഒരുപാട് ആന്റി സ്റ്റാച്യു ഇല്ല, പക്ഷെ വാങ്ങിക്കാനായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പൊ നറുക്കെടുപ്പ് നടത്തുകയും ചെയ്യും. ആരുടെ പേരൊക്കെയാണോ വരുന്നത് അവർക്ക് നറുക്കെടുപ്പിൽ ഈ സ്റ്റാച്യു മേടിക്കാൻ പറ്റുകയും ചെയ്യും. കാരണം എല്ലാത്തിന്റെയും വില ഒരേ വില തന്നെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഈ നറുക്കെടുപ്പ് ഇവിടെ ശിവയാവും എടുക്കുന്നത്.
ഏയ്, നശിച്ച ഈച്ച ഇവിടെയും വന്ന് ശല്യം തുടങ്ങിയല്ലോ. ശിവ, നീ വിഷമിക്കരുത്. ഞാൻ നോക്കിക്കോളാം ഈ കുരുത്തം കെട്ട ഈച്ചേ. അവിടെ നിൽക്ക. ഓ സോറി, ഞാൻ നിങ്ങൾ ഒന്നിട്ടൂല്ലേ. ഇതെന്താണത്? ഓരോരുത്തരായിട്ട് വീണോണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഇതിനൊന്ന് പിടിക്കൂ. ഇത് വീണോണ്ടിരിക്കുന്നു. ശിവ, ഇതെന്നെ വ്യത്യാസമാണ്. ശിവ ഒന്ന് രചിക്കേ. ഇപ്പൊ ഈച്ച വന്നു. വീട് വീട് അച്ചോ ചീല പൊട്ടി പൊട്ടി. സ്റ്റാച്ചു വീഴുന്ന പിടിക്കൂ പിടിക്കൂ. ഇവന്റെ ജീവിതം ഞാൻ ദുരിതമാക്കി മാറ്റും. ഇവനെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടൂ. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇവിടെ വലിയൊരു നഷ്ടം തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ വാക്കു തരുന്നു, ഈ നഷ്ടങ്ങളൊക്കെ ആർക്കാരനാണോ സംഭവിച്ചത് അവനെ കൊണ്ട് ഞാൻ ഈ പണം മൊത്തം തരിക്കും. ഇത് സാധാരണ ഈച്ചയല്ല. രാവിലെ മുതൽ ഇതെന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പുറകെ ആരോ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി ആ ഈച്ചയെ നമ്മൾ എന്താ ചെയ്യാ? ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ ഈച്ചകൾ ഒരുപാട് വരുമ്പോ ഞങ്ങളെ ഈച്ചകളെ പിടിക്കാനായിട്ട് ശർക്കര വെക്കുമായിരുന്നു. അങ്ങനെ ശർക്കരയിൽ ഈച്ച വന്നിരിക്കുമ്പോ ഞങ്ങൾ എല്ലാത്തിനും കൂടി അങ്ങനെ പിടിക്കുമായിരുന്നു. അല്ല ആദ്യം നീ എന്തൊരു ഇന്റലിജന്റ് ആണ്. അല്ല, ഞാനിപ്പോ എന്താ ചെയ്തത്? അല്ലാതെ നിനക്കറിയില്ല, ഈച്ചകളെ പിടിക്കാനായിട്ട് നല്ലൊരു ഐഡിയ ആണ് നീ പറഞ്ഞു തന്നത്. അതെ അതെ, നല്ലൊരു ഐഡിയ നീ തന്നത്. പക്ഷേ ഈ ഈച്ച എങ്ങനെയാണ് ശർക്കരയിൽ വന്ന് കൊടുക്കുക? ഇത് ഭയങ്കര അപകടം പിടിച്ച ഈച്ചയാണെന്നാ തോന്നുന്നത്. ഇത് ശരിക്കുള്ള ഈച്ചയല്ല. ശരിക്കുള്ള ഈച്ചയാവാൻ വഴിയില്ല. ഇതൊരു മെറ്റൽ ഈച്ചയാണ്. എന്റെ റോബോട്ട് ബി പോലെയാണ് ഈ ഈച്ച. ഇതിനെ മാഗ്നറ്റിൽ ഒട്ടിച്ച് വേണം പിടിക്കാനായിട്ട്. യെസ്, നല്ലൊരു ഐഡിയ ആണ്. കണ്ടില്ലേ, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ഐഡിയ പറഞ്ഞു തന്നോണ്ടിരിക്കും. കുഞ്ഞുനാളെ മുതലേ ഞാൻ ഭയങ്കര ഇന്റലിജന്റാ. പക്ഷെ എനിക്ക് അതിന്റെ ഒരു അഹങ്കാരം പോലും ഇല്ല കേട്ടോ. ഞാൻ ഇപ്പൊ തന്നെ അതിനെ തല്ലി പൊളിച്ചു കളയാം. ശിവ, അതിനെ അങ്ങനെ തന്നെ വെച്ചോണ്ടിരുന്നോ. ഞാൻ ഇപ്പൊ തന്നെ അതിനെ അടിച്ചില്ലാതാക്കാം. രക്ഷപ്പെട്ടു. ശിവ, അത് പോയത് കണ്ടില്ലേ നീ? ഞാൻ തന്നെയാണ് അതിനെ പുറത്തേക്ക് വിട്ടത്. എന്റെ റോബോട്ട് ബി അതിന്റെ പുറകെ പോവാനായിട്ട്. അതിന്റെ ഉടമസ്ഥൻ ആരാന്ന് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെ ശല്യം ചെയ്തത് ആരാന്ന് അറിയാം. ഈ ഈച്ചയിൽ ആന്റി മാഗ്നറ്റ് ഡിവൈസ് ഇടണം. ശിവ ഇത് ഒട്ടിക്കുമ്പോൾ ഒട്ടില്ല. അതുകൊണ്ട് ഇതിൽ ആന്റി മാഗ്നൈറ്റ് ഡിവൈസ് ഇട്ടേ മതിയാകൂ. അതിന്റെ ആവശ്യമൊന്നുമില്ല അങ്ക്. ഇനി നിങ്ങൾക്ക് ഈ ഈച്ചയുടെ ആവശ്യം വരില്ല കേട്ടോ. ഞാൻ സ്വയം ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. നീ വീണ്ടും വന്നുവല്ലേ? ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കുട്ടി എന്നെ വിളിക്കരുതെന്ന്. ബോസേ, കുട്ടീനെന്തിനാ വിളിച്ച ബോസേ? ഓതിന്റെ തല്ല് കിട്ടും. മണ്ടന്മാരെ നോക്കി നിൽക്കാതെ പോയി തല്ല്. ഇത്തവണ അവനെ വിടരുത്.
ഞാൻ നിന്റെ വെറുതെ വിടില്ല കുട്ടി. നിർത്ത്. നിന്റെ തല്ല് കൊള്ളാൻ എനിക്ക് ഇനി ശക്തിയില്ല. ഞാൻ തോറ്റു. ലഡ്ഡു സിംഗ് സാറേ, എത്രയും പെട്ടെന്ന് എന്നെ ഇവിടുന്ന് കൊണ്ടുപോവാൻ നോക്ക്. അത് വളരെ ശരിയാ. നിന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോയി ഒരുപാട് ഈച്ചകളുടെ ഇടയില് ഞാൻ നിന്നെ ഇടാൻ പോവാണ്. കണ്ടോ? എന്താ നിനക്ക് സന്തോഷമായല്ലോ? ഇപ്പൊ ഞാനിടൂ. ഇല്ല ഞാനോടും നിനക്ക് പിടിക്കാൻ പറ്റൂല. ഇതെന്താണ് ചെയ്യുന്നത്? ഞാനല്ലോ ദേ അവനാണ് ഇട്ടത്. ഞാനല്ലോ. ഇപ്പൊ ശരിയാക്കിട്ട് വരാം. അവിടെ നിക്കണം. അല്ല ഹോളി ഹോളി ഹേ ഇതാണ് ഹോളി. ഹോളി ഹോളി വരൂ ഹോളി ആഘോഷിക്കാം. വരൂ ഹോളി 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 തന്നെ. ഞാൻ ഈ കളറുള്ള മേഘം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അല്ല, ഇത് മുഴുവൻ ബാങ്കിൽ പടർന്നു കയറുകയാണല്ലോ. ഇതെന്താ ലോക്കർ എങ്ങനെ തുറന്നത്? ആരെങ്കിലും പോലീസിനെ വിളിക്കണേ. ബാങ്ക് അടിച്ചു. ആരെങ്കിലും പോലീസിനെ വിളിക്കണേ. ആരെങ്കിലും പോലീസ് എവിടെ നിന്ന് വന്നാ മതി. അതെ, എവിടുന്ന ഇത്രയും കളറുകൾ വരുന്നേ? ഓഹോ, ഇത്രയും കളർ പൊടി ഇടല്ലേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ലഡ്ഡു സിംഗ് സാറേ, ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. എന്ത്? ഞാൻ ഇവിടെ ഉള്ളപ്പോ മോഷണം നടന്നോ? എവിടെയാണ് മോഷണം നടന്നത്? ആദ്യം എന്റെ ഈ ബാഗ് ഒന്ന് പിടിച്ചേ. ഇതിനകത്ത് എനിക്ക് എന്റെ ബാഗ് മോഷണം പോയല്ലോ. ആരത് ചെയ്തെന്ന്? സാറ്, ഒരു പിങ്ക് കളറുള്ള മേഘം വന്നിട്ട് ഈ എല്ലാ പണങ്ങളും ഒട്ടിച്ചോണ്ട് പോയി. അതെ സാറേ. അതെ, ആ കള്ള മേഘം വന്നിട്ട് എന്റെ ബാഗ് അടിച്ചോണ്ട് കൊണ്ടുപോയി. അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. ഹലോ ശിവ, ഗുലാൽ മേഘ കള്ളന്മാര് വന്നിട്ട് ബാങ്കിലെ പണം മൊത്തം മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. എന്റെ ബാഗും കൊണ്ടുപോയി. കുട്ടി, എങ്ങോട്ടാണ് തള്ളിക്കറി ഓടിക്കറണത്? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്.
ഞാനുണ്ട് ശിവ. താങ്ക് യു ലഡു സിംഗ് സാർ. ആ ക്ലൗഡിന്റെ അകത്ത് ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നി, പക്ഷെ കാണുന്നില്ലായിരുന്നു. എവിടെ പോയി ആ കള്ള മേഘങ്ങൾ? അവന്മാർക്ക് അറിയില്ല ഈ ലഡ്ഡു സിംഗ് എത്ര അപകടം പിടിച്ചവനാണെന്ന്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ കള്ളന്മാര് മോഷ്ടിക്കാൻ വന്നാൽ അവിടെയുള്ള അമ്മമാര് പറയും. ലഡു സിംഗ് സാർ മതിയാക്ക്, അയാൾ പോയി. കണ്ടോ വിചിത്ര സിംഗിന്റെ ഒരു കഴിവ്? ഞാൻ ഉണ്ടാക്കിയ സാധനം കണ്ട സൂപ്പർ അല്ലേ? ആർക്കും കണ്ടുപിടിക്കാനാവില്ല മോഷ്ടിക്കണത് ആരാണെന്ന്. ഇനി ഹോളിയുള്ള അത്രയും ദിവസം ഇവിടത്തെ ബാങ്കുകളെല്ലാം കൊള്ളയടിച്ച് ഈ ഗുലാബ് ഗാങ് ഒറ്റയടിക്ക് പറന്നങ്ങ് പോണം. മനസ്സിലാവണുണ്ടോ? അത് കാണാനായിട്ട് ഗുലാലിന്റെ ക്ലൗഡ് പോലെ ഉണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് എന്നെ ആരെയും അടിക്കുകയും ചെയ്തു. അതിന്റെ അടുത്ത് അതിന്റെ അകത്ത് ആരും ഉണ്ടെന്നല്ലേ? തീർച്ചയായിട്ടും കാണും, പക്ഷേ ഞാൻ ആരെയും കണ്ടില്ല. അകത്തും കാണാൻ പറ്റിയില്ല, പുറത്തും കാണാൻ പറ്റിയില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും ഏലിയൻ തന്നെയാണ്. എനിക്കറിയാം, ഏലിയൻ തന്നെയാണത്. ഇവനെ ഏത് സമയം നോക്കിയാലും ഏലിയൻ ഏലിയൻ എന്നുള്ള ഒരു വിചാരേ ഉള്ളൂ. ഞാൻ എന്റെ ഗ്രാമത്തിൽ ഹൈഡൻസിക്ക് കളിക്കുന്ന സമയത്തുണ്ടല്ല, എന്നെ ആർക്കും കാണാൻ പറ്റില്ലായിരുന്നു. അതെന്താ? ഞാൻ രാത്രി ഇരുട്ടിലെ കറുത്ത തുണിയാണ് ഉടുത്തിരുന്നത്. പിന്നെ ഫേസിൽ മുഴുവനും കരിപുരട്ടുമായിരുന്നു. അപ്പൊ ഇരുട്ടിലെ പിന്നെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഓ, എന്റെ ഇന്റലിജന്റ് ആണല്ലോ. കള്ളന് ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത്. എന്താ അപ്പൊ എല്ലാരും കറുത്ത തുണി എടുത്ത് ഫേസിൽ കരിപുരട്ടുവോ? അല്ലല്ല, അയാൾ ആ ഗുലാലിന്റെ അകത്ത് നിറം ഇട്ടിട്ട് അതിന്റെ ഒപ്പം തന്നെ സഞ്ചരിക്കുന്നു. അങ്ങനെയാകുമ്പോ മറ്റാർക്കും അയാളെ കാണാൻ പറ്റില്ലല്ലോ. യു ജീനിയസ്. കുട്ടിക്കാലം മുതലേ ഞാൻ ഭയങ്കര ടാലന്റ് അല്ലേ, പക്ഷെ ഇതിന്റെ അഹങ്കാരം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല കേട്ടാ. ലഡ്ഡു സിംഗ് സാർ എല്ലാം ഒളിച്ചു നിന്ന് കേക്കുവാ. വരൂ, നമുക്കൊന്ന് കളിയാക്കാവല്ലോ. അതെ, കള്ളനെ പിടിക്കാനുള്ള രഹസ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതെ, ഒന്ന് ഉറക്കം പറഞ്ഞോടെ. ഇവിടെ നിന്നോണ്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. നമ്മൾ എല്ലാരും ശ്രദ്ധിക്കണം, ഹോളി ആഘോഷമാണ്. അവരിവിടേക്ക് വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കില്ല, അത് തീർച്ചയാണ്. ലഡു സിംഗ് സാർ ഇപ്പൊ വരും. പ്ലാൻ ചെയ്തതുപോലെ നിങ്ങൾ അതാത് സ്ഥലത്ത് നിൽക്കണം. ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് വേഗം വരാം. ഓക്കെ ശിവ. എന്റെ കടയിലെ പണമെല്ലാം മോഷിച്ചോണ്ട് പോകുന്നേ. അയാളെ പിടിക്ക്, അയാളെ പിടിക്ക്, കള്ളൻ. കള്ളന്മാരെ, ഇത്തവണ നിങ്ങളെ ഞാൻ പോകാൻ അനുവദിക്കില്ല. നിങ്ങൾ ആരായാലും ശരി, മര്യാദക്ക് പുറത്തേക്ക് വന്നോ. യു ആർ അണ്ടർ അറസ്റ്റ്. അല്ല, ശിവ എവിടെ പോയി? ഇങ്ങോട്ട് വരാനാ എന്നോടൊക്കെ പറഞ്ഞത്. ചിലപ്പോ വന്നോണ്ടിരിക്കുന്നുണ്ടാവും ലഡു സിംഗ് സാർ. സാറിന് ഒരു കാര്യം അറിയോ? അത് ശരിക്കും മേഘമൊന്നുമല്ല, അതിന്റെ അകത്ത് ആളുണ്ടെന്നേ. മനസ്സിലായോ? ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ അവിടെ പോയി നോക്കട്ടെ. എന്റെ പരിധിയിൽ മോഷണമോ? വന്നേ, ലഡ്ഡു സിംഗിനോടൊപ്പം ഫൈറ്റ് ചെയ്യേ. കമോൺ. എന്റെ തൊപ്പി രക്ഷിക്കണേ. അതെ, അകത്താരെങ്കിലും ഉണ്ടോ? അകത്താരെങ്കിലും ഉണ്ടോന്നാ ചോദിച്ചേ. ശിവ, നീ അങ്ങോട്ട് നോക്കിയേ. ആ കാണുന്ന ആൾക്കാരെല്ലാം ആ ഗുണ്ടയുടെ ആൾക്കാരാണെന്ന് തോന്നുന്നു. അവര് ഹോളിന്ന് പറഞ്ഞ് വെറുതെ അഭിനയിക്കാണ്. വേണമെങ്കിൽ കണ്ടോ, ഞാൻ അവിടേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അവരെന്നെ തടയാൻ നോക്കും.
അങ്കിൾ, നിങ്ങൾ ആരായാലും ശരി, മര്യാദയ്ക്ക് പുറത്തേക്ക് വാ. കേട്ട കുട്ടി എന്റെ പുറകിന്ന് മാറണല്ലോ. ഏതായാലും എന്റെ റോബോട്ടിൽ ഒരു ഫ്ലൈയിങ് മോഡ് ഉള്ളതൊന്നും അല്ല കാര്യം. ഇനി കാണ് ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന്. പറക്കുന്നോ? ആരാണ് ഈ ചെക്കൻ? പോലീസാണോ, ആർമിയാണോ, ഡിറ്റക്റ്റീവ് ആണോ? ഇപ്പൊ ഒരു പാഠം പഠിപ്പിക്കാം. ഹലോ ലഡു സിംഗ് സാറേ, അയാളെ ഇവിടെ കാണുന്നില്ല. എന്റെ അമ്മോ, അപ്പൊ ഇയാളെ കാണാനും പറ്റില്ല. പക്ഷെ ഇയാൾ അടിച്ചടിച്ച് എല്ലാരും ദൂരെ തെറിപ്പിക്കുകയാണല്ലോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഹോളി കളിക്കുന്ന സമയത്ത് ഞാൻ കണ്ണടയിട്ടുണ്ട പോയിരുന്നത്. കണ്ണില് കളറ് കയറുകയില്ല, എല്ലാം തെളിഞ്ഞ് കാണാനും സാധിക്കുമായിരുന്നു. ഐഡിയ കൊള്ളാം. ആ കണ്ണാടി എന്റെ കയ്യിലുണ്ടല്ലോ. കൊള്ളാം, ഐഡിയ മനോഹരമായിരിക്കുന്നു. അതി, നീ ഒരു ഇന്റലിജന്റ് ആണ്. കണ്ണാടി ഇടുമ്പോൾ എനിക്ക് ശരിക്കും കാണാൻ പറ്റും അകത്ത് ആരാ ഉള്ളതെന്ന്. സൂപ്പർ സൂപ്പർ. അതെ, ഞാനും ഇത് തന്നെയാണ് പറയാൻ വന്നത്. വന്നേ. അതെ, നിങ്ങളുടെ ഈ ഒച്ചത്തുള്ള സംസാരം കാണാൻ ഞാൻ പേടിച്ച് താഴെ വീണത്. എന്റെ ലഡു സിംഗ് സാറേ, പെട്ടെന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് അറിയിച്ചിട്ട് വന്നൂടെ? ഞാൻ ഈ വഴിക്ക് പോയിക്കൊണ്ടിരിക്കായിരുന്നു. അപ്പൊ എനിക്കൊന്ന് പറയാൻ തോന്നി. നമുക്ക് എല്ലാവർക്കും ഒരു കണ്ണാടിടാം, അപ്പൊ ശരിക്കും കാണുമല്ലോ. ലഡു സിംഗ് സാറേ, നിങ്ങൾ ഒരു ജീനിയസ് ആണെന്നേ, ജീനിയസ്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ എല്ലാരും ഇത് തന്നെയാണ് പറയുന്നത്. ലഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയതേ. ഹലോ ലഡു സിംഗ് സാറേ, ഹോളി ആശംസകൾ. ഏയ്, ഓടിക്കോ. ഇവിടുന്ന് പോയിക്കോളാൻ ഹോളി ആശംസകളൊന്നും വേണ്ട, ഒരു ആശംസകളും വേണ്ട. മര്യാദക്ക് പോയിക്കോ. പെടറാം, ശിവയ്ക്കൊന്ന് വിളിച്ചു പറ. ഇവിടെ വന്നിരിക്കുന്നു, അവന്മാരിങ്ങോട്ട് വന്നിരിക്കുന്നു. നമ്മുടെ പോലീസ് സ്റ്റേഷന് ഇപ്പൊ തൂത്തുവാരും. അത് ഞാൻ അനുവദിക്കില്ല. അല്ലല്ലേ, വേണ്ട വേണ്ട, നല്ലല്ലെന്ന് പറഞ്ഞില്ലേ? വിട വിട, എന്നെ വിടാൻ. ഒന്ന് മതിയാക്ക്. എല്ലാം കൊണ്ടുപോയി, ഒന്നും ഇവിടെ വിട്ടുവെച്ചില്ല. ഇതൊക്കെ കൊണ്ടുപോയി നിങ്ങൾ എന്ത് കാണിക്കാണ് പറ? വെറുതെ പോലീസുകാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കെട്ടിയെടുത്തിരിക്കുന്നു. അല്ല പിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ ശിവയ്ക്ക് വിളിച്ചു പറയും, അവൻ നിങ്ങളൊരു പാഠം പഠിപ്പിക്കും. ശിവ, ശിവ, ആ മേഘക്കള്ളന്മാരിങ്ങോട്ട് വന്ന് പോലീസ് സ്റ്റേഷൻ മൊത്തം തൂത്തുവാരി പോയി, ഒന്നും ബാക്കി വെച്ചില്ല. കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അവനെ ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. മര്യാദയ്ക്ക് നീ സറണ്ടർ ആവൂ, ബുലാൽ ചോർ. ഞാൻ
പോയേ. അവിടെ നിൽക്കൂ അങ്കിൾ. നിങ്ങളുടെ ഹോളി കളിയൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഏയ് കുട്ടി, മര്യാദക്ക് വഴിന്ന് മാറാനാ പറയുന്നേ. എന്റെ മുമ്പിൽ നീ ഒരു കുന്തവുമല്ല. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്റെ അമ്മോ, ഇത് റോബോട്ടാണല്ലോ. പിടിച്ചടിക്കവനെ, പിടിച്ചടിക്ക്. വിടരുതവനെ, അച്ചക്കനെ പോകാൻ അനുവദിക്കരുത്. പിടിക്കവനെ. ശിവ, ഞാൻ ഈ വീലി പിടിച്ചോണ്ട് ഇവരോടൊപ്പം ഫൈറ്റ് ചെയ്തോളാം. നീ ഈ കൈ കൊണ്ട് ഫൈറ്റ് ചെയ്താ മതി. അല്ല, എവിടെ പോയി ഇവന്മാരൊക്കെ കിടക്കണോ? ഈ കുട്ടിയെ ഒന്ന് ആരെങ്കിലും തടയുവോ? എന്റെ ബോസേ, അടി വാങ്ങിച്ച് ഞങ്ങളുടെ ഊപ്പാട് ഇളകി. ഇനി തല്ലുകൊള്ളാനുള്ള ശേഷിയൊന്നുമില്ല. എടോ, ബോസ് വെറുതെ തല്ലിയുള്ള കണ്ടിട്ട് സഹിക്കുന്നില്ല. നമുക്ക് പോയി ഒന്ന് സഹായിച്ചാലോ? ചെന്ന് സഹായിക്കേ. നിങ്ങൾ കുട്ടികളായിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ആളുകളെ വഞ്ചിച്ച് മോഷ്ടിക്കാനായിട്ട് നിങ്ങൾക്കൊക്കെ നാണയില്ലേ? നിർത്തു, ഒന്നും നിർത്തു. എന്നെ ഒന്നും ചെയ്യല്ലിനി. ഇനി എനിക്ക് അടി കൊള്ളാൻ വയ്യ. റോബോട്ടിന്റെ കയ്യിൽ നിന്ന് തോറ്റില്ലെങ്കിൽ പിന്നെ എന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാ തോക്കുക നീ? വേണ്ട, വിട്ടേക്ക്. എനിക്കിനി ഒരു വഴക്കുമില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നെല്ലാം മോഷ്ടിച്ചിട്ട് കടന്നു കളയാമെന്ന്. പക്ഷെ നീ എന്റെ റോബോട്ടിനെ തകർത്ത് കളഞ്ഞില്ലേ? പിന്നെ എന്റെ ഹോളിയോടുള്ള ഉത്സാഹം നീ തകർത്ത് തരിപ്പണാക്കിയില്ലേ? ഇനി വന്നേ നമുക്ക് ജയിലിലേക്ക് പോകാം. അവിടെ ചെന്ന് ഹോളി പൗഡർ തെളിച്ച് തെളിച്ച് നമുക്ക് ആഘോഷിക്കാം. കളർ പൗഡർ ഇട്ട് നിന്നെ ഒന്ന് ശരിക്ക് പെരുമാറണം. നിങ്ങളൊക്കെ ചേർന്ന് തന്നെ ശരിക്കിട്ട് തല്ലിയിട്ടുണ്ട്. വന്നേ, വരാൻ. കളർ പൗഡർ തീർന്നു കഴിഞ്ഞാ ലത്തിയോണ്ട് തല്ലി തല്ലി നിങ്ങളുടെ ശരീരം മുഴുവനും ഞാൻ ചുവന്ന കളറാക്കാം. വേടാറാം, നീ ചെന്നാ 10ാം നമ്പർ ലത്തി വേഗം റെഡിയാക്കി വെക്കേ. ഓക്കെ സാർ. വേണ്ട. കണ്ണു മൂക്കൊന്നുമില്ലാതെ വണ്ടി ഓടിക്കുന്നേ. ഒരു കണക്കിന് നമ്മൾ രക്ഷപ്പെട്ടു. സെക്യൂരിറ്റി മുഴുവനും ടൈറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല ശ്രദ്ധിച്ചോളണം. ഒറ്റൊരുത്തനും രക്ഷപ്പെടാൻ പാടില്ല. മനസ്സിലായോ? പോകാം സാർ. ശിവ, ഒരു ചുവന്ന കാറ് വേഗത്തിൽ വന്ന് ബാരിക്കേഡിനെ പൊളിച്ചിട്ട് പോയി കളഞ്ഞു. അതിനെ എത്രയും പെട്ടെന്ന് നിർത്തണം. എനിക്ക് തോന്നുന്നു അവരെന്തോ സ്മഗ്ലിംഗ് നടത്തുന്ന ആൾക്കാരാണെന്നാ.
എന്തേലും ചെയ്യണം. ഓക്കെ ലഡു സിംഗ് സർ, ഞാൻ നോക്കിക്കോളാം. ഈ കുട്ടി ഇത് എവിടെ നിന്നാണ് വരുന്നത്? കാറ് നിർത്ത്, നമുക്ക് നോക്കാമല്ലോ. എന്താണെന്ന് അവനോട് ചോദിക്കാം. ശിവ, ഞങ്ങള് കാറിന്റെ തൊട്ട് പുറകെ തന്നെ ഉണ്ട്. നീ വേഗം കൊണ്ട് വന്നേ, വേഗം. ശിവ, ഞാനിപ്പോ കാറിന്റെ മുകളിൽ തന്നെ ഉണ്ട്. ശിവ, ഞാനിപ്പോ കാറിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് വേഗം വന്നേ. ദേ കുട്ടി, മര്യാദയ്ക്ക് വഴിന്ന് മാറി നിൽക്ക്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇന്നാ പിടിച്ചോ. ഇന്നാ പിടിച്ചോ. ഇന്നാ പിടിച്ചോ. അതെ 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 അതെ, ഇതെന്താണ്? ശിവ, അവന്മാരെ വിട്ടേക്ക്, ഇവനെ പിടിക്കേ. ഇത് ഡയമണ്ട്സ് ആണ്, ഡയമണ്ട്സ്. എന്താ അത് വല്ലാണ്ട് കുഴപ്പമായല്ലോ. ഇനി എവിടെയാന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് അന്വേഷിക്കും. ഇത് എന്തെങ്കിലും ഒരു ഓവഴി കാണണം. ആർക്കും സംശയം അങ്ങോട്ട് പാടില്ല. ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബോസ്, എന്താന്ന് വെച്ചാ കാര്യം പറ. ബോസിന്റെ അടുത്ത് എന്ത് ഐഡിയ ഉള്ളത്? ഒരു സ്കൂളിൽ ഡയമണ്ട്സിന്റെ ഫാക്ടറി ആണെന്നാ പറയുന്നേ. കൊള്ളാം, വളരെ നന്നായി ബോസ്, വളരെ നന്നായി. വേദ ഇന്റർനാഷണൽ സ്കൂളിൽ ഇന്ന് രാത്രി മുതൽ ക്ലാസ് തുടങ്ങിയിരിക്കുന്നു. പകൽ വന്ന് പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് രാത്രി പഠിക്കാം. ഇത് നല്ലൊരു ഐഡിയയാണ്. ഓ വൗ, നമ്മുടെ സ്കൂളിൽ നൈറ്റ് ക്ലാസ് തുടങ്ങിയെന്ന് കേൾക്കുന്നു. ശരി, രാത്രി ഒന്ന് പോയി നോക്കാം. ആ ലഡു സിംഗിന് ഒരു അഡ്മിഷൻ മേടിച്ച് കൊടുക്ക്, കുറച്ചെങ്കിലും വിവരം പഠിക്കട്ടെ. ഈ സന്തോഷാവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് പാടിത്തരാം. എവിടെ പോയി? സാറ് പറഞ്ഞ മാതിരി എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. തന്നെയാണ്. രാത്രി പഠിക്കാൻ വരുന്ന കുട്ടികളുടെ ബാഗിലിട്ട് കൊടുക്കേ. ബോസ് എണീക്ക്, കുട്ടികൾ വരാനുള്ള സമയമായി. വേഗം കുട്ടികളെ അയക്കേ. ആ വന്നോ? വെരി ഗുഡ്. നിങ്ങളുടെ ബാഗ് തുറന്ന് കാണിക്ക്, ഓരോന്ന് കൊണ്ടുപോ. നിങ്ങൾ ആരെയും സംശയിക്കില്ല. ഞങ്ങള് പറഞ്ഞ സ്ഥലത്ത് എല്ലാ സാധനവും കൊണ്ടെത്തിക്കണം.
മനസ്സിലായോ? ഞങ്ങൾക്ക് മനസ്സിലായി ബോസ്. ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഡയമണ്ട്സ് ബാഗിൽ ഒളിപ്പിച്ച് കൊണ്ടുപോകണം. എന്നിട്ട് സിറ്റിയുടെ പുറത്ത് സ്മഗ്ലിംഗ് ചെയ്യണം. അത്രയല്ലേ ഉള്ളൂ. ആ ബോസിന്റെ പ്ലാനൊക്കെ കൊള്ളാം കേട്ടോ. ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. ഡയമണ്ട് സ്കൂളിനകത്തുള്ള ഫാക്ടറിയിൽ ഉണ്ടെന്നുള്ള കാര്യം പുറത്താർക്കും അറിയില്ല സാറേ. ഞങ്ങൾ ആരോടൊട്ട് പറയേയില്ല. ഓരോ കാര്യം ഞാൻ പറയാ. ഏത് കാര്യ ബോസ്? ചെല്ലേ. ഹലോ ഫ്രണ്ട്, ഐ ആം ശിവ. അതിനിപ്പോ ഞാൻ തോണം. ശിവ, അവൻ സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ. ഹലോ ഫ്രണ്ട്, ഞങ്ങളും ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടികളാ. ഇന്ന് നിങ്ങളുടെ ആദ്യത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ശരി, എന്തൊക്കെ പഠിപ്പിച്ചു? എല്ലാം പഠിച്ചു. അല്ല, ഇവന്മാര് സംസാരിക്കുന്ന പോലുമില്ലല്ലോ. നിങ്ങളോട് എന്താ പഠിപ്പിച്ചെന്ന് ചോദിച്ചില്ലേ? ആദ്യമേ പറഞ്ഞില്ലേ എല്ലാം പഠിപ്പിച്ചു എന്ന്. എന്തിനാ വെറുതെ ഇങ്ങനെ ശല്യം ചെയ്യണേ? ഇത് കുട്ടിയാണെന്ന് തോന്നുന്നില്ല. മുഖം കണ്ടിട്ട് കുട്ടിയെ പോലെയുണ്ട്, പക്ഷേ ശബ്ദം കേട്ടിട്ട് എനിക്ക് സംശയമുണ്ടല്ലോ. ഇവരെന്തൊക്കെയോ എന്നെ പറയുന്നു. വല്ലാതെ ശല്യം ചെയ്യുന്നു. ഓടിവാ. എന്തിനാണ് നീ എന്റെ കൂട്ടുകാരെയൊക്കെ ശല്യം ചെയ്യുന്നത്? ഒറ്റ ഇടിയെന്നോണ്ടല്ലേ? അല്ല, നീയും വലിയ ആളെ പോലെയാണ് സംസാരിക്കുന്നത്. നീയൊന്ന് സംസാരിച്ചു നോക്കിയേ. ആ കുട്ടി അഭിനയിക്കുകയാണ്. ശരിക്കും വലിയ ആളെ പോലെ ശബ്ദമുള്ളത് അതിന്. എന്താ നീ പറഞ്ഞേ? മേലെ എന്റെ കൂട്ടുകാരെ ശല്യം ചെയ്യാൻ പാടില്ല. ഞങ്ങൾ തിരിച്ചൊന്നും ചെയ്യാത്ത കൊണ്ട് പേടിത്തൊണ്ടന്മാരാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. അല്ല, ഞങ്ങളുടെ കൂട്ടുകാരെ കളിയാക്കുമ്പോ ഞങ്ങൾ മിണ്ടാതിരിക്കുന്നു വിചാരിച്ച. ആഹാ. അല്ല, നീ എന്തിനാ ഞങ്ങളുടെ പുറകെ ഇങ്ങനെ ഓടി വരുന്നത്? എന്തിനാ ഞങ്ങൾ വെറുതെ വിട്? ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. നീ ഒന്ന് പൊയ്ക്കുന്നത്. ഹലോ ലഡു സിംഗ് സാർ. ശിവ, എന്താ പറ്റിയത്? ഞങ്ങൾ കുട്ടികളോട് സ്കൂളിൽ എന്താ പഠിപ്പിച്ചെന്ന് ചോദിച്ചു സർ. അവരപ്പോ ഞങ്ങളെ തല്ലാൻ തുടങ്ങി. അതിലൊരു കുട്ടിയുടെ ശബ്ദം മുതിർന്ന ആളെ പോലെ ഉണ്ടായിരുന്നു. അത് അവന്റെ തൊണ്ടയ്ക്ക് വല്ല പ്രശ്നം ഉണ്ടാവും. യു ഡോണ്ട് വറി. ഞാൻ നാളെ രാത്രി സ്കൂളിലേക്ക് വന്നിട്ട് ചെക്ക് ചെയ്തോളാം. അവര് ശരിക്കും കുട്ടികളല്ല. അതില് ഒരാളുടെ ശബ്ദം മുതിർന്ന ആളുകളെ പോലെ ഉണ്ടായിരുന്നു. ശിവ, ഇന്ന് രാത്രി ലഡു സിംഗ് സാർ പോയി നോക്കുമല്ലോ. നമുക്ക് സ്കൂളിന്റെ പുറത്ത് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ലഡു സിംഗ് സാർ ഇവിടെ വന്ന് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങൾ ആ കുട്ടികളുമായിട്ട് പറഞ്ഞത്? വഴക്കിടാൻ അല്ലേ ബോസേ? അതെ, വഴക്കുണ്ടാക്കുമ്പോ ആളുകൾക്ക് നമ്മളോട് സംശയം തോന്നും. ഇനിയിപ്പോ ഈ സ്ഥലവും വിടേണ്ടി വരും. ശരിയല്ലേ ബോസേ? ശിവയും അവന്റെ കൂട്ടുകാരെയും ഇവിടെ ആരാണ് തല്ലിയത്? വേഗം പറ. ഇവിടെ നിൽക്കുന്നവരിൽ ആരാണ് അവരെ തല്ലിയതെന്ന്? അവൻ വല്ലാത്തൊരു ഫൈറ്ററാ. അതുകൊണ്ട് നമുക്ക് അവനെ തല്ലാനൊന്നും പറ്റിയില്ല. അവനെ പകരം ഞങ്ങൾക്കിട്ടാ തന്നത്. സാറിന് അറിയോ? ഇടിച്ചു പഞ്ചറാക്കി കളഞ്ഞു. പറ പറ. അവന്മാര് നിങ്ങളെ എങ്ങനെ തല്ലിയതെന്ന് വേഗം പറ. ഞാനല്ലേ അവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്. പറ, വേഗം പറ. പറയാനാ പറഞ്ഞത്, അല്ലാതെ കാണിച്ചു തരാണ്. അതെ, ഇതൊന്ന് നിർത്തുന്നുണ്ടോ? എന്താ, ഞാൻ വല്ല പഞ്ചിങ് ബാഗാണോ? എന്തിനാ എന്നിട്ടിങ്ങനെ തല്ലുന്നത്? ഞങ്ങൾക്ക് സാറിനെ അടിക്കാനായിട്ടുള്ള ധൈര്യമൊന്നുമില്ലല്ലേ. സാർ എന്താ ഈ പറയുന്നേ? അവൻ ഞങ്ങളെ തല്ലിയത് കാണിച്ചു തന്നതല്ലേ. അവസാനത്തെ പഞ്ഞിതാ ഇങ്ങനെയായിരുന്നു. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ട്രെയിനിങ് കൊള്ളാം. യു ആർ ദ ഗ്രേറ്റ്. അപ്പോ ഞങ്ങൾ ഒന്നുകൂടി ട്രെയിൻ ചെയ്യണോ?
വരാം. ഞാനും നിങ്ങൾക്കിട്ട് ശരിക്കും തരും. നിങ്ങളെ വെറുതെ വിടില്ല. കാണിച്ചു തരാം. ലഡു സിംഗ് സാർ എന്താ പറ്റിയത്? അത് പിന്നെ ഒന്നുമില്ല. നല്ല കുട്ടികളാണ്, പഠിക്കാൻ വന്നിരിക്കുകയാണേ. നല്ല പഠിക്കുന്നുണ്ട്. അതേന്നേ. ലഡു സിംഗ് സാർ, സത്യം എന്താണെന്ന് വെച്ചാ പറയോ. അകത്ത് എന്താ സംഭവിച്ചേ? സാരെന്തിനാ ഇങ്ങനെ ഞൊണ്ടി വരുന്നേ? അതെ. അവന്മാരിട്ടെന്നെ ശരിക്കും പെരുമാറി. എന്നെ ഇടിച്ചിടിച്ച് അവന്മാര് ചമ്മന്തിയാക്കി. ശരിക്കും കുരുത്തം കെട്ട കുട്ടികളാണ് ശിവ. ശരീരത്തിലെ എല്ലൊക്കെ അവന്മാര് തല്ലി പൊളിച്ചു. ലഡു സിംഗ് സാറേ, തീർച്ചയായും എന്താ കുഴപ്പമുണ്ട്. ഞാൻ ചെന്ന് നോക്കട്ടെ. ഇതെന്താ? മെഷീനുകളുടെ ശബ്ദമാണല്ലോ കേൾക്കുന്നേ. ബോസേ, ആ ശിവ എന്ന ചെറുക്കൻ ഈ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. എന്താ ചെയ്യാ? ആ ശിവയെ പിടിച്ച് എന്റെ മുമ്പിൽ കൊണ്ടുവരണം അല്ലേ? ശരിയല്ലേ ബോസ്? ഓക്കേ ബോസേ, അവൻ വന്നു. ഇനി അവനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കുട്ടി, നിന്റെ പ്രോബ്ലം എന്താ? കുട്ടി, നിന്റെ പ്രോബ്ലം എന്താന്നാ ചോദിച്ചത്? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. ഈ സ്ഥലം സുരക്ഷിതമല്ല. വേറെ സ്ഥലത്തേക്ക് പോകാം അല്ലേ ബോസ്? പിടിക്കൂവരെ, ഈ സ്ഥലം നമ്മുടേതാ. അവനെ കൊണ്ടുപോ. ഈ സ്ഥലം ഓ, അപ്പൊ നിങ്ങൾ കുട്ടികളല്ല അല്ലേ? ഇനി ധൈര്യമായിട്ട് വന്നോ. ഞാൻ കുട്ടികളെന്ന് വിചാരിച്ചിട്ടാ ചെയ്യാതെ ഇരുന്നത്. ബോസേ, ഒന്ന് എടുക്ക് ബോസേ. നമുക്കിവിടുന്ന് പോവാം. എന്റെ ബോസേ, ഇങ്ങനെ ഉറങ്ങല്ലേ ബോസേ. ലഡു അങ്കിൾ വന്നല്ലോ. ഞങ്ങൾക്ക് പേടയും ലഡുവും തരുമോ? ഞങ്ങൾക്ക് ലഡുവും പേടയും തരുമോ അങ്കിൾ? ശിവ, രക്ഷിക്കണേ. ഇവന്മാര് തല്ലുന്നത് കണ്ടില്ലേ? ലഡു സിംഗ് സാർ, അവരെ അറസ്റ്റ് ചെയ്യ. ഞാൻ ഇപ്പൊ തന്നെ വരാം. അല്ല, അവൻ സൈക്കിള് ചവിട്ടുന്നുണ്ടല്ലോ. ശിവ, എന്ന് തന്നെ ഞാൻ വിടില്ല. ആണോ? ബോസ്, പൈലറ്റ് വെള്ളത്തിൽ വീണു. ഈ ഹെലികോപ്റ്ററിന് ബോസിന് മാത്രമേ ഓടിക്കാൻ പറ്റൂ. വേഗം പൈലറ്റിന്റെ സീറ്റിൽ പോയിരിക്കേ. ഞാൻ തന്നെ ഓടിക്കാം.
ഇങ്ങനെ കിടന്ന് ഉറങ്ങലെന്റെ ബോസ്. ഇങ്ങനെ ഉറങ്ങിയാ പിന്നെ ഒരിക്കലും ഉണരേണ്ടി വരില്ല. അങ്ങനെ എണീപ്പിച്ചോണ്ടിരുത്തോ, എനിക്ക് വള്ളത്തിൽ പോണോന്നില്ല. അവനെ വെറുതെ വിടരുത്, അവനെ അടിച്ച് ഒടിച്ച് അവനെ. ബോസേ, ബോസേ എണീക്ക്. ബോസേ, എനിക്ക് ബോസേ. എനിക്ക് ബോസേ, എനിക്ക് ബോസ് ഒന്ന് എനിക്ക്. അല്ല, നമുക്ക് ഇപ്പൊ ഒന്ന് എനിക്ക് ബോസ്. അങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ? അങ്കിൾ, ഫൈറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണോ? ഒന്ന് അറസ്റ്റ് ചെയ്താൽ മാത്രം മതി. എനിക്ക് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ജയിലിൽ എനിക്ക് കിടന്ന് ഉറങ്ങാം. എന്നത് ഉറങ്ങാനേ സമ്മതിക്കുന്നില്ല. ഞാനൊന്ന് ഉറങ്ങട്ടെ. You are under arrest. Thank you, Shiva. Thank you very much. നീ ഡയമണ്ട് സ്മഗ്ലറിനെ പിടിച്ചത് മൂലം വലിയൊരു കാര്യം തന്നെ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവനെ കുറെ ദിവസമായി അന്വേഷിക്കുന്നു. അതേന്നേ വന്നേ, നമുക്കിഞ്ഞ് ലോക്കപ്പിനകത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം. Watch India's largest kids library only on Jio Hotstar. Download the app now.